ഇന്നത്തെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൂട്ടുന്നതിന് ഒരു കയ്യും കണക്കില്ല. പണ്ട് പണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കളിപ്പാട്ടം മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെക്കാം. അത്രയ്ക്ക് മാത്രം വാങ്ങിക്കും. അതായത് ഇപ്പൊ കാറുകളായിട്ടും പാവകളായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ കളിപ്പാട്ടങ്ങളായിട്ടും ലക്ഷങ്ങൾ, ചിലപ്പോൾ ലക്ഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേര് ഒരുവിധം ആകുമ്പോഴത്തേനും ഒരു കട തുടങ്ങാനുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. കാരണം അവര് വാശി പിടിക്കും, അത് വാങ്ങിച്ചു കൊടുത്തേ അവര് സമ്മതിക്കുള്ളൂ. അതാ നമ്മള് ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴയ കാലത്തും എങ്ങനെയായിരുന്നു പഴയ കാലത്ത് കുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ഒരു തോക്ക് ആ ഇങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ പോയാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് കടകളിൽ പോയി വാങ്ങുന്ന കാലങ്ങളൊന്നും ഉണ്ടായില്ല. ഉത്സവപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാവ, അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ ബലൂൺ. അതും അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ബേക്കറി ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഉത്സവപ്പറമ്പിൽ പോയ നാക്കൊക്കെ ചുമക്കുന്ന ഒരു മിഠായി അല്ലെങ്കിൽ പൊരി, ഇതിലൊക്കെ നമ്മൾ ഒതുക്കും. നമ്മൾ അത് ഇട്ടിട്ട് നമ്മൾക്കും ആഗ്രഹങ്ങളില്ല. കാരണം അങ്ങനെ നമ്മളുടെ സമപ്രായക്കാർക്കെല്ലാം അതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോ ഒരു ദിവസം തന്നെ 2 കാറ് 3 കാറൊക്കെ വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കാരണം അവര് വാശിയെടുത്ത് കരഞ്ഞ് അവരത് സാധിച്ചെടുക്കും. പക്ഷെ അത് അവരുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം അവിടെ എല്ലാം കുഞ്ഞിലേ മുതൽ ഇവര് വാശികളാണ് എടുക്കുന്നത്. ശരി.